അടുത്തതായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്കവർക്കും പ്രിയപ്പെട്ട വിശ്വനാഥൻ മാഷ് നിങ്ങളോട് സംസാരിക്കും. എവിടെ പോടാ നിന്റെ മാഷ്? പോടാ പോടാ തല്ലുള്ളി. ഈ വിശ്വാസം നമുക്കേവർക്കും പ്രിയങ്കരനായ വിശ്വനാഥൻ മാഷിന്റെ വിജയരഥം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കുമ്മാട്ടിക്കടവിന്റെ രാജവീതിയിലെ പ്രകമ്പനം കൊഴിഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ മാഷിന്റെ വിജയരഥം എത്തിച്ചേരുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കുമ്മാട്ടിക്കടവിന്റെ അഭിമാന സ്തംഭമായ, കുമ്മാട്ടിക്കടവിന്റെ ആവേശമായ ശ്രീമാൻ വിശ്വനാഥൻ മാഷ് ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിന്റെ മണ്ണറികളെ ഓരോന്നിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട്, പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ വിശ്വനാഥൻ മാഷ് തന്റെ വിജയരഥത്തിലേറി ഇതാ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ഈ നാടിന്റെ കണ്ണിലൊന്നിയായ വിശ്വനാഥൻ മാഷ് തന്റെ വിജയരഥമായ കാലവണ്ടിയിൽ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വനാഥൻ എന്റെ രക്തത്തിൻ രക്തമായ അമ്മമാര്, കണ്ണിനു കണ്ണായ സഹോദരിമാര്, ജീവന്റെ ജീവനായ മറ്റു കൂടപ്പിറപ്പുകളെ, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുമ്മാട്ടിക്കടവിലെ കുഞ്ഞാടുകളെ, അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഞാനിന്മേൽ കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല. പ്രിയമുള്ളവരെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്നു ഞാൻ പറയുന്നില്ല. ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല. കുമ്മാട്ടിക്കടവിലെ അഴിമതി, കൈക്കൂലി, കരിഞ്ചന്ത, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനം മുതലായവ അപ്പാടെ തുറച്ചു നീക്കും. കുമ്മാട്ടിക്കടവിലെ തകർന്നു കിടക്കുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോർ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യും. ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും പഞ്ചായത്ത് ചെലവിൽ സമൂഹ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കും.
ആർപ്പുവിളിയും ബഹളവും അവന്റെ പേര് പറഞ്ഞ് സിന്ദാബാദ് വിളിക്കുന്ന കേട്ടപ്പോഴേ എന്റെ ദേഹം ആകെ കുളിര് വരും കേട്ടോ. അവൻ ചെമ്പകശ്ശേരിയിലെ അപ്പൂട്ടനാരുടെ മോനാടി. അപ്പൂട്ടനാരിവിടെ ചൊറിയും കുത്തിയിരിക്കുക. ആ ഇപ്പൊ തടിമില്ലിൽ ഗുമസ്തപ്പണിയാണ്. ആന മെലിഞ്ഞാലും തൊഴുത്ത് കെട്ടാൻ പറ്റൂ നാരായണി. അതാണ് തറവാട്ട് മഹിമ. അതിന്റെ ഒരു അംശം അവനും കിട്ടിയിട്ടുണ്ട്. ആ പിന്നെ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചാവോ വരിക, എന്തെങ്കിലും കഴിക്കെടുത്ത് നോക്കൂ. അമ്മേ, ഞാൻ കണ്ടു. വോട്ടുപിടുത്തവും കാശുപിരിവും ഒരു 100 കൂട്ടം കാര്യമായിട്ട് നടക്കുക. തിരക്കായതുകൊണ്ട് ഇന്ന് ചിലപ്പോ വരില്ലാന്ന് പറഞ്ഞു. ഊന്നും ഉറക്കം ഇല്ലാണ്ട് ഇങ്ങനെ അലിഞ്ഞിരിഞ്ഞ് നടന്നാല് വോട്ടെടുപ്പ് കഴിയുമ്പോ എന്റെ മോന്റെ കോലം കിട്ടുമല്ലോ ഈശ്വര. അയ്യോ അച്ഛനോ? അച്ഛൻ ഇരിക്കേ. എന്താ വിശേഷിച്ച്? അനാഥാലയത്തിനൊരു കെട്ടിടം കെട്ടുന്നുണ്ട്. ഇടവകയിൽ നിന്ന് കുറച്ച് പിരിക്കാമെന്ന് വിചാരിച്ചു. എടാ ജോർജ്, ആ ചെക്ക് ബുക്ക് ഇങ്ങെടുത്തേ. ആ, ഈ കാര്യത്തിലൊക്കെ അച്ഛൻ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അയച്ചിരുന്നെങ്കിൽ അങ്ങോട്ട് കൊടുത്ത് അയക്കുമായിരുന്നല്ലോ. അച്ഛൻ എത്രയാ വേണ്ടത്? അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പോലെ. 25,000 എഴുതിയിട്ടുണ്ട്. ഇത് മതിയോ? ഓ, വളരെ സന്തോഷം. ദൈവം ഈ ഭവനത്തെയും അങ്ങയെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തോന്നുന്നു എന്തായാലും ഒരു കനത്ത തുക തരാതിരിക്കുന്നു. പിന്നെ ഉൾക്കണ്ടമ്പിലേക്ക് 20,000 കൊടുത്താ കേട്ടെ. 15,000 കിട്ടും. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല. ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചോളാം. അങ്ങനെ ആവട്ടെ. ഓ, അസ്സലാമു അലൈക്കും. ഗോഡ് ബ്ലെസ് യു. നമസ്കാരം. ആ, എന്താണാവോ എല്ലാരും കൂടെ? ഉമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ ഒരു പറ്റം യുവാക്കളുടെയും അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ. അപ്പൊ പാവങ്ങളുടെ പ്രതിനിധിയാണല്ലേ? അല്ലല്ല, പണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിൽ അഴിമതിക്കെതിരായുള്ള ഈ നാട്ടിലെ യുവത്വത്തിന്റെ ഏക പ്രതീകം ഇത്. അങ്ങനെയൊന്നുമില്ല. അച്ചായൻ ഒരു ഭാഗ്യവാനാണ്. എങ്ങനെ? അച്ചായൻ ഒരു അസുലഭാവസരം കൈവരാൻ പോവുകയാണ്. എന്താണ്? ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം അച്ചായനെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞു. പ്രമുഖരായ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അച്ചായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അത് ശരി. ഏതാ പാർട്ടി? അങ്ങനെയൊന്നുമില്ല. സ്വതന്ത്രൻ. ഞങ്ങളെ ആരും പിന്താങ്ങൊന്നുമില്ല. ഒറ്റ തടിയാ, ചിഹ്നം കാളവണ്ടി. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ? എടോ, ഭരണകക്ഷി എന്നും പ്രതിപക്ഷത്തുനിന്നും ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്ക് അച്ചായം വാരിക്കോരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അച്ചായൻ ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യണം. കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? അതെ അതെ. എടോ, എത്ര വാരിക്കോരി തന്നാലും തന്നെ പോലുള്ള സ്വതന്ത്രന്മാര് ജയിക്കുവോ? എടോ, ജയിക്കുവോടോ? അതുകൊണ്ട് നിങ്ങൾക്ക് കാരണം അച്ചായന്റെ കാശില്ല. പോയി നാട് ഉദ്ധരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. പൊക്കോ. അച്ചായോ, മാറ്റത്തിന്റെ ശങ്കൊലി ഇതാ ഇന്നിവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഒറ്റ പൈസ തരത്തില്ല. പ്രത്യാഘാതങ്ങൾ പട്ടി അഴിച്ചു വിടും. ഇനിയും നമ്മൾ കാണേണ്ടി വരും. ടൈഗർ, പോലെ എന്റെ ഒടുക്കത്തെ പോക്കാണോ തോന്നുന്നത്? പേരിയാടുന്ന തന്തയ്ക്ക് മതിലിയാടുന്ന മകൻ. ദരിദ്രവാസികൾ. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഇവരോടൊക്കെ പകരം ചോദിക്കണം. കറക്റ്റ്. അമ്മീത് ഇവിടെ നിൽക്ക്, ഞാൻ അപ്പനെ കണ്ടിട്ട് വരാം. ശരി. അപ്പൻ എന്നെ വഴക്ക് പറയരുത്. കടുവാക്കുന്നിലെ കഞ്ചാവ് തോട്ടം ഫോറസ്റ്റുകാർ തീ വെച്ച് നശിപ്പിക്കുക. അതിന് നീ എന്തിനാണ് പടയ്ക്കുന്നത്? എടാ, സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് തോട്ടം കണ്ടാൽ ഫോറസ്റ്റുകാർ വെട്ടും കത്തിക്കും നശിപ്പിക്കും. അതവരുടെ ജോലിയാ. അല്ലപ്പാ, അത് നമ്മുടെ തോട്ടമല്ലേ? എടാ ജഫ്രിയച്ച, കടുവാക്കുതിര നമുക്ക് എത്ര ഏക്കർ ഉണ്ടായിരുന്നു? 75. തൊട്ടപ്പുറത്തെ കാട്ടിൽ നമുക്ക് 12,000 ഏക്കർ തോട്ടമില്ലേ? അതവർ കണ്ട ഭാവം കാണിച്ചോ? ഇല്ല. ആ, അതാണ്. എടാ, ഫോറസ്റ്റുകാർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരല്ലേ? ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് തോട്ടം നശിപ്പിച്ചെന്നൊരു വാർത്തയെങ്കിലും പത്രത്തിൽ വരുത്തിയില്ലെങ്കിൽ നാട്ടുകാരും സർക്കാരും വിചാരിക്കൂലേ അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന്. എടാ, അവർക്ക് പ്രമോഷൻ കിട്ടണ്ടേടാ. മോനൊരു കാര്യം ചെയ്യും, വിശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് മനപ്രയാസം മാറ്റാൻ 2 എണ്ണം വീശ. ആദ്യ കൂളിംഗ് ഗ്ലാസ് ഒന്നെടുത്ത് മാറ്റാമോ? ഒരുമാതിരി അന്ധന്മാരെ പോലെ. മിനിക്കുട്ടി ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആ ഹാരം മിനിക്കുട്ടിയുടെ നേരെയാണ് എറിഞ്ഞത്. പിന്നെ ഇങ്ങനെ ആ പെണ്ണിന്റെ കഴുത്തിൽ പോയി വീണത്? അത് കാറ്റാ തൂക്കിലായിരുന്നു. അതൊക്കെ പോട്ടെ, മീറ്റ് ദ കാൻഡിഡേറ്റ്സിൽ എന്റെ പെർഫോമൻസ് എങ്ങനെയിരുന്നു? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ആ
കാളവണ്ടിയിലുള്ള വരവുണ്ടല്ലോ, ഹോ, ഭയങ്കര തൊലിക്കെട്ട് തന്നെ. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഉണ്ടുണ്ട്. അപ്പൊ ആ ഉത്കണ്ഠം പിള്ളയൊക്കെ കാണിക്കുന്ന ചീഫിനെസ് മിനിക്കുട്ടി ഒന്ന് കാണണം. രാഷ്ട്രീയമാകുമ്പോ ഇതിനപ്പുറവും ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ അതെ, രാഷ്ട്രീയമാകുമ്പോഴല്ലേ ഇഷ്ടംപോലെ കാശ് പിരിക്കാൻ പറ്റത്തുള്ളൂ, ചെലവാക്കാൻ പറ്റത്തുള്ളൂ. ഏയ്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി. മതി മതി, വിച്ചുവേട്ടൻ ഈ ഇലക്ഷന് ജയിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ജയിക്കും, പക്ഷെ നേരിയ ഭൂരിപക്ഷമായിരിക്കും. അതിപ്പോഴേ പറഞ്ഞേക്കാം. വിച്ചുവേട്ടാ, ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. കറക്റ്റ്. എനിക്കൊരു ഐഡിയ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? ഇങ്ങനെ ബെസ്റ്റ് ഐഡിയ. ഒരു 2 കിലോ പാമായിലൂടെ കൊടുക്കാം. ഉഗ്രൻ. ഓടാ. കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ലേ? നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? സർക്കാരിന് സഹായം കിട്ടുന്ന ചില പരിപാടികളുണ്ടല്ലോ, സാമൂഹ്യ സേവനം, വഴിവിട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? അതുള്ള വഴിവെട്ടാണല്ലോ. വെറുതെ സേവിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വഴിവെട്ടി സേവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു കാളില്ല വഴിവെട്ട്. ഈ വനമഹോത്സവമായാലും എന്താ? ഈ തണൽ മരം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുവയ്ക്കാം. നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ ചെടി നട്ട് പോരുന്നതിന് മുമ്പ് അത് മുഴുവൻ കന്നുകാലികൾ തിന്നും. അല്ലാതെ വെറുതെ മണ്ടത്തരം പറയാതെ. എന്നിട്ട് ആ കുഴിയിൽ ആരെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാ അവന്റെ വോട്ട് കൂടി പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയോ. നമ്മുടെ പ്രകടന പത്രികയിലെ 1ാമത്തെ ഐറ്റം, കൈക്കൂലിയുടെയും അഴിമതിയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവുകാരെ മോചിപ്പിക്കാൻ ആദർശധീരരായ ഒരു പറ്റം ചെറുപ്പക്കാർ ഇതാ മുന്നോട്ട്. നേരത്തെ പറയണ്ടേ? പേടിച്ചു പോയല്ലോ. പിന്നെ ഞാൻ കുഴിച്ച വെച്ചാലല്ലേ പറഞ്ഞ്. അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ, അഴിമതി വീരന്മാർ. പ്രബുദ്ധരായ സമ്മതിദായകർ, അഴിമതിയും കൈക്കൂലിയുമെല്ലാം ഈ കുമ്മാട്ടിക്കടവിനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞു. അഴിമതി ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം തുടങ്ങാൻ എന്താ കാരണം? അതായത് വോട്ട് പിടിക്കാൻ അല്ലേ? വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ സമരം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതേ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാ, അല്ലാതെ ഇലക്ഷൻ വോട്ട് കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. വേണ്ട വിജയ, ഇപ്പോഴൊന്നും പറയണ്ട. നമ്മുടെ ആത്മാർത്ഥതയിൽ സംശയമുള്ളവർ കാണും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും വിശ്വനാഥന്റെ വാക്കിന്റെ വില. അന്ന് അവർ പറയും നെറിയുള്ളവരാണ് വിശ്വനാഥൻ. വോട്ടല്ല നമുക്ക് വലുത്, കുമ്മാട്ടിക്കടവിന്റെ പുരോഗതിയാണ്. നീ വാ. അല്ല, ഞാൻ അറിയാതെ എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ? വെണ്ടയ്ക്ക. ഓഹോ, ഞാൻ വിചാരിച്ചു ചുണ്ടയ്ക്ക ആയിരിക്കുമെന്ന്. അതല്ല ചോദിച്ചത്. ഇതിന്റെ തൂക്കം എത്ര ഇതിന്റെ തൂക്കം? 1/2 കിലോ. 1/2 കിലോ എന്തോ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒന്നുകൂടെ തൂക്കണം. തൂക്കാൻ പറയാ. നിങ്ങളാരാ? ഞങ്ങൾ ആരാണെന്നോ? നമ്മൾ ആരാണെന്ന്? ഞങ്ങൾ ആരാണെന്ന് കുമ്മാട്ടിക്കടവിനെ അഴിമതിയിൽ നിന്നും മോചിപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയ കർമ്മധീരരായ ഞങ്ങളോട് നിങ്ങൾ ആരാണെന്ന്. 1/2 കിലോ വെണ്ടയ്ക്ക. അമ്മമാരെ, പെങ്ങന്മാരെ, 1/2 കിലോ വെണ്ടയ്ക്കയാണ് പോലും. അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കുമ്മാട്ടിക്കടവിനെ മോചിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ബോർഡ് സ്ഥാപിച്ചത്. ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിന്റെ ഉദാത്തമായ ഉദാഹരണങ്ങളുമായി ഉന്മേഷപൂർവ്വം ഉയർന്നു വരുന്ന ഈ ഉദ്യമത്തെക്കാൾ മാറ്റത്തിന് സംഗതി ഇതാ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ചേട്ടൻ ഒന്നിങ്ങി വരണം. എന്താടേ താമസം? വരുന്നുണ്ട്. ചേട്ടൻ കടയുടെ മുമ്പിൽ ഒരു വില വിവരപ്പെട്ടി വെക്കണം. ഒരു ചെറിയ ബോർഡ് വെച്ചാലേ പ്രശ്നമാക്കണ്ട. അതെ, ആ മാധവൻപിള്ള ചേട്ടന്റെ കടയിലും വെക്കാൻ പറ ഒരെണ്ണം. തീർച്ചയായും അമ്മാവന്റെ കടയുടെ മുമ്പിലും ഒരു ബോർഡ് വെക്കണം. നീ പോയി അമ്മാവന്റെ കടയുടെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പറയൂ. ഓ, അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഇവൻ പറയും. അത് ശരി, എന്നാൽ നീ പോയി പറയൂ. അത് മാഷ് തന്നെ പറയുന്ന നല്ലത്. അതെ, അതാ നല്ലത്. മാഷ് എന്നെ പറഞ്ഞാൽ ഏതവനാണ് എന്റെ കടയുടെ മുമ്പിൽ വില വിവര പട്ടിക എഴുതി വെക്കാൻ പറഞ്ഞത്?
എന്റെ കടയിൽ എന്തൊക്കെയാ വെക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ ജോലിയും പണിയില്ലാതെ റോഡേ തേരാപ്പാര നടക്കുന്ന പിള്ളേരല്ല. കറക്റ്റ്, കേട്ട് മനസ്സിലാക്ക്. ആരോട് ചോദിച്ചിട്ടാണ് നീയൊക്കെ എന്റെ വീട്ടിന്റെ മതിലിൽ ചുമരെഴുത്ത് നടത്തിയത്? ആരാടാ അമ്മാവന്റെ വീടിന്റെ മുമ്പിൽ ചുവരെടുത്ത് നടത്തിയത്? നീയാണോ? ഞാനല്ല, ഇവനായിരിക്കും. അയ്യോ അല്ല, എന്നാ അണികളായിരിക്കും. അണികളോ? അതാര്? അല്ല പിന്നെ ഈ 10,000-കണക്കിന് അണികളാണല്ലോ നമുക്കുള്ളത്. അതിൽ ഏത് അണികളാ ചെയ്തെന്ന് അറിയുന്നേ? ഈ അണികളുടെ ഒരു കാര്യം, ഏതണി ആയാലും വേണ്ടില്ല, ഞാൻ കടയടച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റണം. അനന്താ ഇപ്പൊ തന്നെ വായിക്കാം. ആഹാ, അണികൾ അത്രക്കാരും. കൊട്ട. ഓ പറഞ്ഞല്ലോ കൊട്ട. എത്രയായി? 4 ആളെ 850. പരമുള ചേട്ടാ, കൂടുതൽ കള്ളക്കണക്കൊന്നും എഴുതി കൂട്ടല്ലേ. ഇവിടെ ഞങ്ങൾ ബോർഡ് വയ്ക്കും. ഏതായാലും വില്ലേജ് ഓഫീസിന്റെ മുമ്പില് നിങ്ങൾ ബോർഡ് വെച്ചത് നന്നായി. അപ്പൊ സംഗതി ഏറ്റു. കുമ്മാട്ടിക്കടവിൽ ഇനിയും പല പരിവർത്തനങ്ങളും ഏർപ്പെടുത്തുന്ന കാര്യം ഈ വിശ്വനാഥന്റെ പരിഗണനയിലുണ്ട്. ഇപ്പോഴെങ്കിലും നിങ്ങളൊരു നല്ല കാര്യം ചെയ്തല്ലോ. ഓ അയ്യോ. വില്ലേജ് ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ ആർക്കൊക്കെ കാശ് കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നൊന്നും നാട്ടുകാർക്ക് ഒരു പിടിയുമില്ലായിരുന്നു. നിങ്ങൾ ആ ബോർഡ് വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ചിട്ടയായി വളരെ പെട്ടെന്ന് നടക്കുന്നു. ഏറ്റില്ലല്ലേ? നടക്കട്ടെ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെയായി. ഞാൻ അന്നേ പറഞ്ഞതാ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോ കിലോ അരി മേടിച്ചു കൊടുത്താൽ മതിയെന്ന്. ആര് കേൾക്കാൻ? ഇതെന്തായാലും ഒരു നാറ്റ കേസായി. നമ്മൾ രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടക്കല്ലേ, ചിലപ്പോ അവിടെ എവിടെയും തട്ടിമുട്ടി വീണെന്നിരിക്കും. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി. ഈ അഴിമതിക്കെതിരെയുള്ള സമരമല്ലാതെ പ്രകടനപത്രത്തിൽ വേറെയും വാഗ്ദാനങ്ങളുണ്ടല്ലോ. നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. കറക്റ്റ്. മനസ്സിലായി. പാവപ്പെട്ട പെൺപിള്ളേരെ കല്യാണം കഴിച്ചു വിടുന്ന പരിപാടിയല്ലേ? അതിന് ഞാൻ ഇപ്പോഴേ പേടിയാ. ഓടാ, കുടുംബം കുളം തോണ്ടുന്ന പരിപാടി അല്ലാതെ നീ വേറൊന്നും ചിന്തിക്കത്തില്ലല്ലോ. ഇത് അതല്ല. ബോർഡും ബാനറും ഒന്നും ഇല്ലാതെ പുതിയൊരു പന്ഥാവിലൂടെ നീങ്ങാം. കംപ്ലീറ്റ് ആക്ഷൻ. പാത്രം കഴിവായിരിക്കും. മറ്റവനുണ്ടോ ചേട്ടാ? ഏത് മറ്റവൻ? തമാശ കളയുന്നേ, നമ്മുടെ മറ്റവനെ. പിന്നെ ആ കച്ചവടമൊക്കെ എന്നേ നിർത്തിപ്പോയടോ. പിന്നെ നിർത്തിയല്ല, ഇരുത്തി. ചേട്ടാ, ഞാൻ ഈ പ്രായം പോലെ ഇവിടുന്ന് സാധനം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവനാ. പിന്നെ വോട്ട് പിടുത്തത്തിലൊരു തിരക്കായതുകൊണ്ട് ഏതാവൊരു ക്ഷീണം തീർക്കാനാ. ഇവിടെ പേടിക്കലോട്ട് ഇടന്നേ. എന്താ എടുക്കേട്ടാ. അപ്പൊ ഇതാണ് ചേട്ടൻ തൊഴില്. ഈ നാട് കുട്ടിച്ചോറാക്കണമെന്ന് തനിക്ക് നിർബന്ധമാണല്ലേ? കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ സമ്മതിദായകരെ, യുവത്വത്തിന് ഒരു ക്യാൻസർ പോലെ കാർന്നു നിന്ന കഞ്ചാവിനും ചരത്തിനും മയക്കുമരുന്നിനുമെതിരെ ഇതാ ഒരു കൊടുങ്കാറ്റായി ഞങ്ങൾ ആഞ്ഞു വീശുന്നു. മാറ്റത്തിന്റെ തങ്കൊലി ഇതാ മുഴങ്ങിക്കഴിഞ്ഞു. പിടിക്കോ പിടിക്കോ. നിങ്ങളിപ്പോ ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ ആത്മാർത്ഥത ഇലക്ഷൻ കഴിഞ്ഞാലും ഉണ്ടാവണം. ഉണ്ടാവും സർ. നാഴികയ്ക്ക് 40 വട്ടം കാലുമാറി നേതാക്കന്മാരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന സാധാ രാഷ്ട്രീയക്കാരെ പോലെ സാർ ഞങ്ങളെ കണക്കാക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സപ്പോർട്ടില്ലാതെയാണ് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നത്. അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുമ്മാട്ടിക്കടവിൽ മാറ്റത്തിന്റെ ശങ്കുലി മുഴങ്ങിക്കഴിഞ്ഞു സർ. തുടക്കത്തിലുള്ള ഈ ആവേശം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലിറങ്ങി കളികൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അത് നഷ്ടപ്പെടരുത്. ഒരിക്കലുമില്ല സർ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ദുഃഖവും വേദനയും ഞങ്ങൾക്കറിയാം. ഒരു തൊഴിലിന് വേണ്ടി തെണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദുഃഖം രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്കറിയാം. അനുഭവമാണല്ലോ സാർ ഏറ്റവും വലിയ ഗുരുനാഥൻ. ഇരിക്കൂ. താങ്ക് യു സർ. അഴിമതിക്കും മയക്കുമരുന്നിനുമെതിരെയുള്ള ഞങ്ങളുടെ സമരം ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. സാറിനറിയാവോ, ഇവന്റെ ചേട്ടൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു. സമനില തെറ്റിയ അയാൾ ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോറി മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെയാണ് ഈ നാട്ടിന് ആവശ്യം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ പിന്തുണ ഉണ്ടാവും. താങ്ക് യു സർ.